വെൽക്കം സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 2 പഠിക്കുന്ന ടോപ്പിക്സുകളാണ് അൽഗോരിതവും സൂഡോ കോഡും. അപ്പം അൽഗോരിതം എന്താണ്, സൂഡോ കോഡ് എന്താണ്, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. സോ കൃത്യമായിട്ട് അൽഗോരിതം എഴുതാനും അതുപോലെ സൂഡോ കോഡ് എഴുതാനും അറിഞ്ഞിരിക്കണം. അൽഗോരിതം എഴുതുമ്പോഴും സൂഡോ കോഡ് എഴുതുമ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കണം, സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ സ്റ്റെപ്സ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് സീക്വൻസിങ്ങും സെലക്ഷൻ, ഇഫ് എൽസ് സ്ട്രക്ചർ, കേസ് സ്ട്രക്ചേഴ്സ്, അതിൻ്റെ പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ചോദിക്കാം. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ലൂപ്സും ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഫ്ലോ ചാർട്ടിനകത്ത് ഓരോ സിമ്പിൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ റെപ്രസെൻറ്റേഷനെ പറ്റി ചോദിക്കാം. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അതുപോലെ ഇപ്പം സാമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പം ഡ്രോ എ സിമ്പിൾ ഫ്ലോ ചാർട്ട് ഫോർ ഡിറ്റർമൈനിങ് വെദർ എ നമ്പർ ഇസ് ഈവൻ ഓർ ഓഡ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് എ സൂഡോ കോഡ് ഫോർ ഫൈൻഡിങ് ദ ലാർജസ്റ്റ് നമ്പർ ഇൻ എ ലിസ്റ്റ് ഓഫ് 10 നമ്പേഴ്സ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഇൻ എ ഫ്ലോ ചാർട്ട് ഹൗ ഡു റെപ്രസെൻറ്റ് എ ലൂപ്പ് ഓർ റിപ്പീറ്റേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ കുറച്ച് പ്രോബ്ലംസ്, ഇവാലുവേറ്റ് എൻ എക്സ്പ്രഷൻ ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി സ്റ്റാർ സി. പിന്നെ ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഡിറ്റർമൈൻ ദ ലാർജർ ഓഫ് 2 നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലോ ചാർട്ടും അൽഗോരിതവും സൂഡോ കോഡും എഴുതാനും കൂടെ അറിഞ്ഞിരിക്കുക. Determine the smallest of 3 numbers. Determine the grade earned by a student based on K2 grade scale using if else and case structures. Print the numbers from 1 to 50 in descending order. Find the sum of n numbers input by the user using all the 3 loop variants. Factorial of a number, largest of n numbers. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു.